അപ്പോൾ നമ്മുടെ ഭവനങ്ങളിലെ മുഴുവൻ അമ്മ ജനന്മാരെയും നമ്മുടെ മക്കളെയും കുടുംബസമേതം പരിപാടി എല്ലാ പഞ്ചായത്തുകളിലും ഹിന്ദു ഏകതാ സമ്മേളനം നടത്താൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നായാടി മുതൽ നമ്പൂരി വരെ ഒരേ സ്റ്റേജിൽ വിളിച്ചിരുത്തി മുഴുവൻ ഹിന്ദു സംഘടനകളെയും സാംസ്കാരിക സംഘടനകളെയും ക്ഷേത്ര കമ്മിറ്റികളെയും ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള സംഘടനകളുടെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ഹിന്ദു സംഘടനകളെയും അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റികളെയും ഹിന്ദു പരിവാർ സംഘടനകളുടെ എല്ലാവരെയും നമ്മൾ ഇവരെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ നവംബർ 7-ന് മാർച്ച് 7-ന് അവരെ ക്ഷണിച്ചു പോകുന്നു. അതുപോലെ തന്നെ രക്ഷാധികാരി മോഹനേട്ടൻ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സേതുമാധവൻ, അതുപോലെ ഉപാധ്യക്ഷൻ ദിലീപ് കുമാർ, അതുപോലെ സുരേഷ് കുമാർ, സോമൻ മുല്ലയ്ക്കൽ, ഗംഗാധരൻ തുടങ്ങി, അതുപോലെ ജനറൽ കൺവീനർ രാമദാസ്, അങ്ങനെ തുടങ്ങി ഇതിൻ്റെ എല്ലാ പരിപാടി സംഘടന ഇതിന് സ്വാഗതം ചെയ്തുകൊണ്ട് പതാക ഉയർത്തനായി മോഹനേട്ടനെ ക്ഷണിക്കുന്നു. അല്ല മറ്റേ ശോഭകുമാർ സാറിന് ആദ്യം പറയുന്നത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ. ഈ വരുന്ന ശനിയാഴ്ച 7-ാം തീയതി ഹിന്ദു ഏകതാ സമ്മേളനം പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന പതാക ദിനം അല്ലെങ്കിൽ പതാക ദിനാചരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, മുഴുവൻ ഹൈന്ദവ വിശ്വാസികളെയും ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഹിന്ദുവിൻ്റെ ഏകോപനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഏകദേശം 1,00,000-ൽ പരം സമ്മേളനങ്ങളാണ് ഭാരതത്തിൽ മുഴുവൻ നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മുടെ ഈ പഞ്ചായത്തിൽ നടക്കുന്ന ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം ജാതി രഹിതമായ ഒരു ഹിന്ദു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആളുകളൊക്കെ തന്നെ ഞാൻ ഹിന്ദുവാണ് എന്ന ഹിന്ദുത്വാഭിമാനം അവരുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കുകയും ഹിന്ദു സംഘടിച്ച് നേടേണ്ടതായ പല കാര്യങ്ങളും ഒറ്റക്കെട്ടായി രാഷ്ട്രീയത്തിന് അതീതമായി ഹൈന്ദവ ഏകീകരണത്തിലൂടെ നേടിയെടുക്കുന്നതിനൊക്കെ വേണ്ടി ഉള്ള ഒരു ജാഗരണ പ്രവർത്തനമാണ് ഈ ഹിന്ദു ഏകതാ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പതാക ഉയർത്തൽ കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ, 4-5 ദിവസങ്ങളേ ഉള്ളൂ. നമ്മുടെ പ്രദേശങ്ങളിലുള്ള മുഴുവൻ ഹൈന്ദവ സഹോദരന്മാരെയും ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഹിന്ദു ജാഗരണം ഇതിലൂടെ നടപ്പാക്കാൻ നമുക്കെല്ലാവർക്കും കഴിയുമാറാകട്ടെ. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട്